അപ്പോൾ മക്കളെ, ഇന്ന് ഞാനും സിനാനും കൂടി പോയത് ഖത്തർ നാഷണൽ ലൈബ്രറിയിലാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ റെഡ് ലൈനിലാണുള്ളത്. ആദ്യം മിഷേരിബിലേക്ക് പോകണം. അവിടെ പോയാൽ നമ്മൾ ഗ്രീനും ഗോൾഡും റെഡും ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഗ്രീനിലേക്ക് മാറണം. ഗ്രീനിൽ ഖത്തർ നാഷണൽ ലൈബ്രറി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് തന്നെ ഉണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് നമ്പർ 1 നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയാൽ ഇങ്ങനെ ചെറിയ ചെറിയ വീടുവൈകളൊക്കെ ഉണ്ടാവും. പുറത്തുനിന്ന് കണ്ടപ്പോൾ നമുക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല. എനിക്ക് വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് തോന്നിയത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ആളെത്തിയാലാണ് നമുക്ക് മനസ്സിലായത് 4 മണിക്ക് ഓപ്പൺ ആവും. അവിടെ ഇങ്ങനെ ട്രാമെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രാമിലേക്ക് കയറി. ഒറ്റൊരു ബിൽഡിംഗ് മാത്രമല്ല, വലിയൊരു കോമ്പൗണ്ട് തന്നെയാണ്. അപ്പോൾ അത് മൊത്തം നമുക്ക് നടന്ന് കാണാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നല്ല വെയിലുമാണ്. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ട്രാം എന്നുള്ളത്. ഈ ഒരു 2 ട്രിപ്പ് ട്രാമിൽ വെറുതെ ഒന്ന് സഞ്ചരിച്ച് ഫ്രീ ആണല്ലോ, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ പള്ളി പോയിട്ടുണ്ടായിരുന്നു. അസർ ബാങ്ക് കൊടുക്കാനുള്ള ടൈമായപ്പോൾ അങ്ങനെ പള്ളി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പള്ളി ശരിക്കും വേറെ ലെവലായിരുന്നു, ഒന്നും പറയാനില്ല. ശരിക്കും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. പള്ളിയാണ് കണ്ടാൽ നമുക്ക് തോന്നു പോലുമില്ല, അങ്ങനത്തെ ഒരു സാധനം. നിസ്കരിച്ച് കഴിഞ്ഞ് ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ട്രാമിലൊരു റൗണ്ട് കൂടി അടിച്ചു. നേരെ ലൈബ്രറിയിലേക്ക് കയറി. ലൈബ്രറിയിലേക്ക് കയറിയപ്പോൾ നമ്മളൊരു ഫസ്റ്റ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ മുമ്പ് അലക്സാണ്ട്രിയ ലൈബ്രറിയിൽ പോയിട്ടുണ്ട്. നമുക്ക് ഏകദേശം അതിൻ്റെയൊക്കെ പോലെയാണ് തോന്നിയത്. നമ്മളിങ്ങനെ ഓരോരോ ഇതിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എത്ര വലിയതാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും എല്ലാവരും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. ബുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് അവിടെ പോയാൽ ഒന്ന് പഠിക്കണം എന്നൊക്കെ തോന്നിപ്പോകും. അത്രയും സെറ്റപ്പാണ്. നമുക്ക് അതിനുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ട്. കുട്ടികൾക്ക് ഗെയിം കളിക്കേണ്ടവർക്ക് ഗെയിം കളിക്കുക. അതും വളരെ എന്താ പറയുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗെയിമാണ്. നമുക്കിങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ചായ കുടിക്കാൻ ഞാൻ സിനാൻ ചെറിയൊരു ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റൊരു കൊടക്കുയിൽ എന്നൊക്കെ പറയൂലേ, അത്ര ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതൊക്കെ നോക്കി നിങ്ങൾ, എന്താണ് ഇതിൻ്റെയൊക്കെ ഭംഗി. ഒരു ആംബിയൻസ് നോക്കി നോക്ക്. പഴയ കാലങ്ങളിലെ എന്താണ് സാഹിത്യം, കലാസാഹിത്യ മേഖലയിലുള്ള സൂക്ഷിപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ നോക്കി നോക്ക്. നമുക്ക് അങ്ങനെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ അവിടെ വേറൊരു സാധനം കണ്ടോ, നമുക്കിങ്ങനെ ചുറ്റി കാണാൻ ഒരു പ്യൂപ്പിൾ മൂവിങ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം. അത് വേറൊരു ഡിഫറെൻ്റ് അനുഭവം. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അത് 4 ഭാഗത്തുണ്ട്. അപ്പോൾ ഖത്തറിലുള്ള എന്തായാലും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ രീതിയിലുള്ള മൈൻഡിലുള്ളവർക്കും അവിടെ ഒരു റീഫ്രഷിങ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ശരിക്കും ടൈം നമുക്ക് ഇങ്ങ് പോരേണ്ടി കൊണ്ട് ഇങ്ങ് പോകുന്നതാണ്. ശരിക്കും കുറച്ചുകൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇനിയും കാണാനുണ്ട്, കുറേ ഉണ്ട്. ഒരു വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല. പിന്നെ പള്ളിയിലെ വേറെ ഒരു വീഡിയോ എടുക്കാൻ മാത്രമുള്ള സാധനം ഉണ്ട്. കമന്റ് ഇടുക അങ്ങനെ ഒന്നും വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബൈ.